നമസ്കാരം. ഭക്തവത്സലനാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. പരീക്ഷണങ്ങൾ പലപ്പോഴും ഓരോ ഭക്തരുടെ ജീവിതത്തിൽ ഉണ്ടാകും എങ്കിലും ഏതൊരു ഭക്തനെയും ചേർത്ത് പിടിക്കുകയും അവരുടെ ജീവിതത്തിലേക്ക് പ്രകാശം നൽകുകയും അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും. അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓരോ ശ്രീകൃഷ്ണ ഭക്തർക്കും ജീവിതത്തിൽ ഓർത്തെടുക്കുവാൻ നിരവധിയാർന്ന അത്ഭുതകരമായ കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഈ അധ്യായത്തിലൂടെ ഭഗവാൻ നൽകുന്ന അത്ഭുതകരമായ ചില സന്ദേശങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക. ഭഗവാന്റെ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. മറ്റു കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഭഗവാനെ വന്ദിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്ന കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ധൃതി കാട്ടി ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല എന്ന് കാണുവാനായി സാധിക്കുന്നു. ഏതെങ്കിലും കാര്യം അപ്രകാരം പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഒരിക്കൽ കൂടി അതേക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായി തീരും. നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങൾ കുറച്ച് അല്പം നീണ്ടാൽ പോലും അത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. അല്ലെങ്കിൽ അത്തരമൊരു അനുകൂല സാഹചര്യം നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതാണ്. അതായത് നിങ്ങൾ ഈ സമയം ഒരിക്കലും ഒരു കാര്യവും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് മാത്രം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല. ഈ സമയം നിങ്ങൾ ശാന്തനായിരിക്കേണ്ടതാണ്. ചുറ്റുമുള്ള ബഹളങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ച് ഏകാഗ്രതയോടെ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനം എടുക്കണം എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ ഭഗവാനിൽ പ്രാർത്ഥിച്ചു തന്നെ മുന്നോട്ട് പോവുക. ഭഗവാൻ തന്നെ നിങ്ങൾക്ക് ഒരു വഴി കാട്ടിത്തരും എന്നും ഭഗവാൻ നൽകുന്നതായ ആ വഴി നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വിഷമങ്ങൾക്ക് പോലും ഒരു മറുപടിയായി തീരും എന്നതാണ് വാസ്തവം. ഈ സമയം ജീവിതത്തിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ അത് തന്നെയാണ് നിങ്ങളിലേക്ക് ഭഗവാൻ നൽകുക എന്നുള്ളതാണ് വാസ്തവം. കാരണം അതിനുള്ള അവസരങ്ങൾ നൽകുമ്പോൾ അത് നിങ്ങളായി തന്നെ തട്ടിക്കളയുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. പഴയ കാര്യങ്ങളിൽ പോലും അല്ലെങ്കിൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുമ്പോൾ ചില തിരിച്ചടികൾ നേരിടുമ്പോൾ നിങ്ങൾ ആകെ തകർന്നു പോകുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂല സാഹചര്യങ്ങൾ കൊണ്ടുവരില്ല എന്നതാണ് വാസ്തവം. എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നൊരു ചിന്ത സ്വമേധയാ നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നത് വാസ്തവമാണ്. അതിനാൽ തന്നെ പല കാര്യങ്ങളും പാതികൾ തന്നെ ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. ഉപേക്ഷിച്ച ആ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ആ ലക്ഷ്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പല വിഷമങ്ങൾക്കും കാരണം. മറ്റൊരു സങ്കടകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം പലപ്പോഴും അനുഭവിക്കുന്നത് മറ്റ് പലരുമാണ് എന്നുള്ളതാണ്. എന്താണ് ചെയ്യേണ്ടത് അത് കൃത്യമായി ചെയ്യും, എന്നാൽ ഫലം ലഭിക്കുന്നത് മറ്റുള്ളവർക്കാണ്. അത് പലപ്പോഴും നോക്കി നിൽക്കേണ്ടതായ സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അത് നിങ്ങൾ നോക്കി നിന്നിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. അത് പലപ്പോഴും ജീവിതത്തിൽ ഒരിക്കൽ മാത്രമല്ല പല തവണയായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. അത് തൊഴിൽപരമാകാം, അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമോ പഠനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലുമാകാം. കയ്യടി പലരും നേടിയെടുക്കുന്നു. എല്ലാം കുടുംബത്തിനു വേണ്ടിയാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങളെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്നവരാണ്. എന്നാൽ നിങ്ങൾക്ക് പലപ്പോഴും കേൾക്കേണ്ടതായി വരുന്നത് കുറ്റപ്പെടുത്തലുകൾ കൊണ്ടാണ്. കുറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ പോലും വലുതാക്കുന്നതായ സാഹചര്യമുണ്ട്.
എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ പലപ്പോഴും ഭഗവാനോട് ചോദിക്കുന്നതോ അല്ലെങ്കിൽ അത്തരത്തിൽ വിഷമിക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. എന്നാൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഭഗവാൻ തന്നെയാണ് നിങ്ങൾക്കൊപ്പമുള്ളത്. അറിവിന്റെയും തിരിച്ചറിവിന്റെയും പ്രതീകം തന്നെയാണ് ഭഗവാൻ. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയും ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചത് പോലും അത് യാദൃശ്ചികമല്ല എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. സമയം മാറുവാൻ പോകുമ്പോൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും നിങ്ങളിലേക്ക് കടന്നു വരിക. അതിനാൽ തന്നെയാണ് വളരെയധികം പ്രയാസകരമായ സാഹചര്യമാണ് എങ്കിലും ഒരു ശുഭകരമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്ന് വരുന്നത്. ഈ സമയം ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. അതിനാൽ തന്നെയാണ് ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്നതും ആ തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യുന്നത്. ഇങ്ങനെ പറ്റില്ല, ഇത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ പറ്റില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് തോന്നി തുടങ്ങിയിരിക്കുന്ന സാഹചര്യമുണ്ട്. മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായിട്ടില്ല എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ വിജയത്തിന്റെ ആദ്യപടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കാൻ പോകുന്നു എന്നൊരു സാഹചര്യമുണ്ട്. ഏകാഗ്രത നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയാണ്. ഈ സമയം നിങ്ങളോട് തീർച്ചയായും ഭഗവാൻ ആവശ്യപ്പെടുന്നതും ഏകാഗ്രത തന്നെയാണ്. ശ്രദ്ധയോടെയും ഏകാഗ്രതയോടെയും ആത്മവിശ്വാസത്തോടെയും നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. നിങ്ങൾ കാല് വയ്ക്കുന്നിടം പൊന്നായി മാറുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. ഒരു കാര്യങ്ങളും നിങ്ങൾ പരാജയപ്പെട്ട് പിന്മാറുവാൻ പാടുള്ളതല്ല. ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇടയ്ക്ക് വരുന്ന തടസ്സങ്ങളെ കണ്ട് ഭയന്ന് ഒഴിഞ്ഞു മാറാതെ നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. ഭഗവാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നും ധനപരമായ ഒരു കുതിച്ചുചാട്ടമോ ആഗ്രഹിക്കുന്നതിനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമോ ഉണ്ടാകി എന്ന് വരാം. തീരെ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്നും സഹായം ലഭിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഉറവിടത്തിൽ നിന്നും ഒരു സഹായം നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരാം. അത്തരം സാഹചര്യങ്ങളും വന്നു ചേരാം. മുടങ്ങിക്കിടക്കുന്നതായ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യവും ഈ സമയം രൂപപ്പെടാം എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. പരീക്ഷണങ്ങൾ പലതും ഉണ്ടായി എന്ന് വരാം. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അതുമൂലം നിങ്ങൾക്ക് ലഭിക്കുന്ന ശക്തി വളരെ കൂടുതലാണ്. നിങ്ങളുടെ മനസ്സിനെ തീർച്ചയായും അത്രമേൽ ധൈര്യത്തിൽ നിങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിക്കുകയും ചെയ്യും. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അതിജീവനത്തിന്റെ ഒരു പോരാളികളായി തന്നെ നിങ്ങൾ മാറുകയും നിങ്ങളുടെ ജീവിതം പുറമെ കാണുന്നത് പോലെയല്ല എന്ന രീതിയിൽ മാറുകയും ചെയ്യാം. പല രീതിയിലും നിങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെടാം. നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെയെല്ലാം മറിച്ച് നിങ്ങളെ അടിമുടി തകർന്നാലും കൂടെ നിൽക്കുന്നവരും നിങ്ങളെ ഉയർത്തെഴുന്നേൽക്കുവാൻ സഹായിക്കുന്നതായ വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയും അവരെ ഒപ്പം നിർത്തുവാൻ സാധിക്കുകയും ചെയ്യാം. നിങ്ങൾ അനുഭവിച്ച വേദനകൾ അത്രയും കൂടുതലാണ്. അത്രമേൽ അപമാനങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. പലർക്കും ചിന്തിക്കാൻ സാധിക്കാത്ത അത്രയും അപമാനങ്ങൾ ഏറ്റിട്ടുള്ളവരാണ്. മുന്നോട്ട് പോലും പോകാൻ വയ്യ എന്ന ചിന്ത, അവസാനിപ്പിച്ചാലോ എന്ന ചിന്ത പോലും ഉണ്ടായിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ ഭഗവാൻ നിങ്ങളെ കൈവിടില്ല. ധൈര്യവും പ്രതീക്ഷകളും ഭഗവാൻ നിങ്ങളിലേക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങൾക്കുള്ള വിജയത്തിന്റെ ആദ്യത്തെ പടിയാണ്. എവിടെ നിന്നും നിങ്ങളെ ഭഗവാൻ ധൈര്യത്തോടെ പിടിച്ചുയർത്തിയോ അവിടെ നിന്നും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. അതിനാൽ തന്നെ ഈ രഹസ്യങ്ങൾ നിങ്ങൾ അറിയാതെ പോകുവാൻ പാടുള്ളതല്ല. അത് തന്നെയാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് എന്നതും വാസ്തവമാണ്. ഇവിടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില രഹസ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ദുഃഖങ്ങൾക്ക് കാരണം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ മൂലമോ സാഹചര്യങ്ങൾ മൂലമോ ആകാം. തീർച്ചയായും ഭഗവാന്റെ അദൃശ്യമായ സംരക്ഷണ കവചം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്.